ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങും വഴിയിൽ അംബ എന്ന രാജകുമാരി ഭീഷ്മനോട് പറഞ്ഞു, എന്നെ വിടുക. എൻ്റെ മനസ്സ് സാൽവ മഹാരാജാവിനാണ്. ഞാൻ അവനെ തന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തതാണ്. ഭീഷ്മൻ ചിന്തിച്ചു, അവളുടെ വാക്കുകൾ സത്യമായിരുന്നു. അതിനാൽ അംബയെ സാൽവൻ്റെ അടുക്കലെത്തിച്ചു. പക്ഷേ അവിടെ അവളെ കാത്തിരുന്നത് നിരാകരണം. സാൽവൻ പറഞ്ഞു, നീ ഭീഷ്മൻ്റെ കൈകളിൽ നിന്ന് വന്നവൾ. എന്നെ തോൽപ്പിച്ചവൻ നിന്നെ കൊണ്ടുപോയി. ഇപ്പോൾ ഞാൻ നിന്നെ സ്വീകരിച്ചാൽ അത് എൻ്റെ അഭിമാനത്തിന് നാണക്കേട്. അംബയുടെ ഹൃദയം തകർന്നു. പ്രണയം നഷ്ടമായി. ബഹുമാനം ചിതറിപ്പോയി. അവൾ വീണ്ടും ഭീഷ്മൻ്റെ അടുക്കലെത്തി. എന്നെ നിങ്ങൾ വിവാഹം കഴിക്കണം, അവൾ അഭ്യർത്ഥിച്ചു. പക്ഷേ ഭീഷ്മൻ തൻ്റെ വ്രതം മറക്കാൻ തയ്യാറായില്ല. ഞാൻ ബ്രഹ്മചാരിയാണ്. വിവാഹം എന്നെക്കൊണ്ട് സാധ്യമല്ല. ആ നിമിഷം അംബയുടെ ഉള്ളിൽ എന്തോ പൊട്ടിപ്പോയി. വേദന ക്രോധമായി മാറി. അപമാനം പ്രതികാരമായി വളർന്നു. ഭീഷ്മ, നിന്റെ മരണം ഞാൻ കാണും, അവൾ പ്രതിജ്ഞ ചെയ്തു. അവൾ സഹായത്തിനായി ഭീഷ്മൻ്റെ ഗുരുവായ പരശുരാമനെ സമീപിച്ചു. തൻ്റെ വേദന മുഴുവൻ അവൻ്റെ മുമ്പിൽ വെച്ചു. പരശുരാമൻ, ഭീഷ്മൻ്റെ ശക്തി അറിയുന്നവൻ, അവൻ പറഞ്ഞു, ഭീഷ്മൻ ഒരു സാധാരണ യോദ്ധാവല്ല. ശക്തിയും ബുദ്ധിയും ഒന്നിച്ചുള്ള മഹാശക്തി. ഞാനും അവനോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. അവനെ തോൽപ്പിക്കുക എളുപ്പമല്ല. എന്നിരുന്നാലും അംബയുടെ കണ്ണിലെ തീ കണ്ടപ്പോൾ പരശുരാമൻ ഭീഷ്മനെ യുദ്ധത്തിന് വിളിച്ചു. ഭീകരയുദ്ധം.